നമസ്കാരം. സുരേഷ് ഗോപിയുടെ ക്ഷേത്രത്തിലേക്ക് RLV രാമകൃഷ്ണനെ മോഹിനിയാട്ടം നടത്താൻ ക്ഷണിച്ച കാര്യം നമ്മൾക്കറിയാം. അത് വലിയ വാർത്തയായതുമാണ്. അതിനുശേഷം ഈ രാമകൃഷ്ണൻ ആ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞതും മറ്റൊരു വാർത്തയായി. അപ്പോൾ ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ മുന്നിലൊരു വീഡിയോ ചെയ്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് അത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും ഉയർന്നിട്ടില്ല. പക്ഷേ ഇതിന്റെ പിന്നിൽ ശക്തമായ ഇടതുപക്ഷ അല്ലെങ്കിൽ CPM-ന്റെ ഇടപെടലുണ്ടെന്നും CPM ഇടപെട്ടത് കൊണ്ട് തന്നെയാണ് രാമകൃഷ്ണൻ സുരേഷ് ഗോപിയുടെ അമ്പലത്തിൽ ആദ്യം ക്ഷണിച്ചപ്പോൾ ഞാൻ വരാം, എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് എനിക്ക് മറ്റൊരു പരിപാടി ഉണ്ട്, അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ അമ്പലത്തിൽ പോകാൻ എനിക്ക് കഴിയില്ല എന്ന് പിന്നീട് രാമകൃഷ്ണൻ പറഞ്ഞതിന്റെ പിന്നിൽ ശക്തമായ സമ്മർദ്ദമുണ്ട്, ഭീഷണിപ്പെടുത്തലുണ്ട്. അത് CPM-ന്റെ നിയന്ത്രണത്തിലുള്ള പല ആൾക്കാരും RLV രാമകൃഷ്ണനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ അന്ന് വാർത്തകളിൽ പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ മുന്നിൽ വീഡിയോ അവതരിപ്പിച്ചത് തന്നെയാണ്. ഇപ്പോൾ അത് ശരിയായിരിക്കുന്നു എന്നാണ് കാണുന്നത്. സുരേഷ് ഗോപിയെ ഈ ഇടതുപക്ഷങ്ങൾ പലരും ഈ RV രാമകൃഷ്ണന്റെ അടുത്ത് പോയിട്ട് ഭീഷണിപ്പെടുത്തുകയും അതുപോലെ തന്നെ താക്കീത് ചെയ്യുകയും ചെയ്തു, പോകരുത്, സുരേഷ് ഗോപിയുടെ പോകരുത്, പോയി കഴിഞ്ഞാൽ അത് സുരേഷ് ഗോപിക്കാണ് അതിന്റെ ക്രെഡിറ്റ് കൂടുതലും, അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് അത് തെരഞ്ഞെടുപ്പിൽ വലിയ ഗുണം ചെയ്യും, അതുകൊണ്ട് ഒരു കാരണവശാലും അവിടെ പോകരുതെന്ന് രാമകൃഷ്ണൻ വിലക്കി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതുകൊണ്ട് ഈ സമയത്ത് സുരേഷ് ഗോപി ചില വിശദീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വിശദീകരണം നമുക്കിപ്പോൾ കേട്ടേക്കാം. എന്റെ ക്ഷേത്രത്തിൽ നൃത്തപരിപാടി അവതരിപ്പിക്കാൻ പറഞ്ഞ് RLV രാമകൃഷ്ണനെ ഫോണിൽ വിളിച്ചപ്പോൾ വരാമെന്ന് അദ്ദേഹം സമ്മതിച്ചതാണ്. പിന്നീട് ആരുടെയോ പ്രേരണയിലാണ് സുരേഷ് ഗോപിയുടെ ക്ഷേത്രത്തിൽ പരിപാടി അവതരിപ്പിക്കില്ല എന്ന് RLV രാമകൃഷ്ണൻ പറഞ്ഞത്. ഇനി പരിപാടി അവതരിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ അദ്ദേഹത്തിന് അത് എന്നെ ഫോണിൽ വിളിച്ചു പറയാമായിരുന്നു. ആ ശക്തി എന്താണെന്ന് എനിക്കറിയാം. ആ ശക്തി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനെ കൊണ്ട് പിന്മാറ്റിപ്പിച്ച ശക്തി ആരാണ്, എന്താണ് എനിക്കറിയാം. ഇതാണ് സുരേഷ് ഗോപി ഇപ്പോൾ വിശദീകരണമായി വന്നിരിക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ ഇത്രയും ആയപ്പോൾ RV രാമകൃഷ്ണൻ തന്നെ ഒരു തുറന്ന പ്രസ്ഥാനമായി രംഗത്ത് വന്നു. സുരേഷ് ഗോപി സാർ പരിപാടി അവതരിപ്പിക്കാൻ ക്ഷണിച്ചതിൽ സന്തോഷമുണ്ടെന്നും ആ ദിവസം മറ്റൊരു പരിപാടി ഉള്ളതിനാൽ വരാൻ സാധിക്കില്ല എന്ന് അറിയിച്ചത്, അതുകൊണ്ടാണ് എനിക്ക് പോകാൻ കഴിയാത്തതെന്നുള്ള വിശദീകരണമാണ് അദ്ദേഹം നൽകിയത്. പക്ഷേ RV രാമകൃഷ്ണന്റെ പ്രതികരണം ഇതൊക്കെ ആണെങ്കിൽ പോലും ആരാണ് RLV രാമകൃഷ്ണനെ നിയന്ത്രിക്കുന്നത് ജനങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞു. ആ ശക്തിയുടെ നേതാവ് കടക്കുപുറത്ത് എന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെട്ടയാളാണെന്നും സുരേഷ് ഗോപി പുതുക്കാട് പ്രസംഗിച്ചപ്പോൾ സദസ്സിൽ നിന്നും കയ്യടിയോടെയാണ് അത് ഉയർന്നത്. സുരേഷ് ഗോപി അത് പറയുകയും ചെയ്തു. എനിക്കറിയാം, ഞാൻ ക്ഷണിച്ചത് ആദ്യം എനിക്ക് വളരെ സന്തോഷമുണ്ട് സാർ, ഞാൻ വരും സാർ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് എനിക്ക് മറ്റൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞത് കടക്കുപുറത്ത് എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട കുറെ ആൾക്കാർ, ആ സംസ്കാരം കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് അത് RLV രാമകൃഷ്ണനെ തടഞ്ഞത് എന്ന് തന്നെയാണ് സുരേഷ് ഗോപി ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അതൊരു പൊതുസമ്മേളനത്തിൽ തന്നെ തുറന്നു പറഞ്ഞു എന്ന കാര്യം ഏറ്റവും പ്രധാനമാണ്. എന്തായാലും ഈ വിദ്വേഷം ശക്തമാക്കി വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് CPM തന്നെയാണ്. സൗഹൃദം സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ അദ്ദേഹം സമൂഹത്തിൽ അദ്ദേഹത്തിന് ഈ നിറത്തിന്റെ പേരിൽ RLV രാമകൃഷ്ണനെ ഒരു അവഗണന കൊടുത്തപ്പോൾ ഞാനിതാ എന്റെ ക്ഷേത്രത്തെ വിളിക്കുന്നു, എതിർക്കുന്നവർ എതിർക്കട്ടെ എന്ന് പറഞ്ഞൊരു പരിഗണന കൊടുക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ആ ഒരു വിദ്വേഷം നിറച്ചു നിർത്തണം. ഈ കറുപ്പ് വെളുപ്പ് എന്നുള്ള വിദ്വേഷം നിർത്തിക്കൊണ്ട് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുക്കണം. അതാണ് CPM-ന്റെ ലക്ഷ്യം. അതുകൊണ്ട് ആ വിഷയം സുരേഷ് ഗോപിയുടെ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ അത് ഇല്ലാതായി പോകും. അതുകൊണ്ട് ഈ വേർതിരിവ്, ഈ വിദ്വേഷം എപ്പോഴും നിലനിർത്തി ശക്തമായി നിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് CPM-ന്റെ രാഷ്ട്രീയ തന്ത്രം തന്നെയാണ്.